നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 45-ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ ഹാസിൻ്റെ ഹാവിൻ്റെയും 11-ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അതായത് എപ്പിസോഡ് 35 മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഹാസും ഹാവും. ഇത് നമ്മുടെ 11-ാമത്തെ പാർട്ടാണ്. ഹാസിൻ്റെ ഹാവിൻ്റെ 11-ാമത്തെ പാർട്ടാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാവിനെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി ഹാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. സോ കഴിഞ്ഞ 3 ക്ലാസ്സിൽ നമ്മൾ ഹാവിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് നമ്മൾ കവർ ചെയ്തെടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. സോ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്സും. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്നതിലോട്ട് ഹാസിൻ്റെ ഹാവിൻ്റെ മെയിൻ അർത്ഥം പറയാൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഹാസിൻ്റെ ഹാവിൻ്റെ മെയിൻ മീനിങ് എന്ന് വെച്ചാൽ എനിക്കുണ്ട്, എനിക്കുള്ളത്, എന്തെങ്കിലും കാര്യത്തിലുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സിലുള്ളത്, മറ്റുള്ളവർക്കുള്ളത്, അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും, പിന്നെ അതേപോലെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും, പിന്നെ അതേപോലെ ഉറപ്പുള്ള കാര്യങ്ങൾ, ഷുവർട്ടി ഉള്ള കാര്യങ്ങൾ, നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും കൂടിയാണ് നമ്മൾ ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ആ കാലത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാനും പറയുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. രണ്ടു പേർക്കും ഒരേ ആശയവും ഒരേ അർത്ഥം തന്നെയാണ്. ഫംഗ്ഷനും അതായത് യൂസ് ചെയ്യുന്നിടത്ത് മാത്രമേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസം. ഹാസ് നമ്മൾ ഏകവചനങ്ങളോടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരാളെ പറ്റിയോ ഒരു വസ്തുവിനെ പറ്റിയോ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത്. ഹാവ് യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ പറ്റിയോ ആളുകളെ പറ്റിയോ സംസാരിക്കുമ്പോഴാണ് ഹാവ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഹാസ് യൂസ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ ഷിയ, ഹിയ, ഇറ്റ് എന്നീ ഏകവചനങ്ങൾ വരുമ്പോഴാണ് ഹാസ് യൂസ് ചെയ്യുന്നത്. ഹാവ് യൂസ് ചെയ്യുന്നത് ദയ, വിയ, യുവ് എന്നിവ വരുമ്പോഴാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐ നമ്മൾ ആക്ച്വലി ഏകവചനമാണ്. അത് നമ്മൾ ഹാസിൻ്റെ കൂടെ അല്ല യൂസ് ചെയ്യുന്നത്, ഹാവിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അതങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കലി ഉള്ള ഒരു റൂളാണ്. നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ. സോ അത് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓൾറെഡി നമ്മൾ അങ്ങനെ വരുത്തുള്ളൂ. സോ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആശയങ്ങൾ രണ്ട് സെയിം ആണ്. അതിൻ്റെ ബേസ് ഗ്രാമറും ഇത്രയേ ഉള്ളൂ. സോ ഇന്നത്തെ എക്സാമ്പിളിലോട്ട് കയറുമ്പോൾ നമുക്ക് ഹാവുമായിട്ട് നമ്മൾ കൂടുതൽ അടുത്ത് വരും. സോ നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിളിലോട്ട് പോകാം. ഒന്നാമത്തത് ഐ ഹാവ് ആൻ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എനിക്കൊരു അഭിപ്രായമുണ്ട് എന്ന് പറയുന്ന ഒരു സംഭാഷണമാണ് എഴുതിയിരിക്കുന്നത്. ഐ ഹാവ് ആൻ ഒപ്പീനിയൻ. നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് ഓഫീസിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളും പറയത്തില്ലേ എനിക്ക് ഇതിലൊരു അഭിപ്രായമുണ്ടെന്ന്. അങ്ങനെ ആശയം വരുന്ന സെയിം സെൻറ്റൻസ് ആണത്. ഐ ഹാവ് ആൻ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എനിക്കും ഒരു അഭിപ്രായമുണ്ട് എന്ന് ഞാൻ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു സെൻറ്റൻസ് ആണത്. ഐ ഹാവ് ആൻ ഒപ്പീനിയൻ. അപ്പോൾ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. ഐ ഹാവ് ആൻ എന്ന് വെച്ചാൽ എനിക്ക് ഉണ്ട്. ഐ വന്നുകൊണ്ടാണ് ഹാവ് വന്നത്. ഉണ്ട് എന്നൊരു ആശയം കൊടുക്കാനും കൂടാണ് ഹാവ് വന്നത്. അത്രയേ ഉള്ളൂ ആ സെൻറ്റൻസിൽ ഹാവിൻ്റെ ഫംഗ്ഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഇതേപോലെ തന്നെ ഐ ഹാവ് ക്ലാസ് ടുമോറോ. എനിക്ക് നാളെ ക്ലാസ് ഉണ്ട് എന്ന് ഒരു വിദ്യാർത്ഥി പറയുന്ന ഒരു സെൻറ്റൻസ്. എനിക്ക് നാളെ ക്ലാസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണത്. ഐ ഹാവ് ക്ലാസ് ടുമോറോ. എനിക്ക് നാളെ ക്ലാസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണത്. അപ്പോൾ അവിടെ ഐ വന്നുകൊണ്ടാണ് ഹാവ് വന്നത്. ഉണ്ട് എന്ന് കൊടുക്കാനും കൂടാണ് ഹാവ് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇവിടെയും ഹാവിൻ്റെ ഫംഗ്ഷൻ. ടുമോറോ എന്ന് വെച്ചാൽ നാളെ എന്നാണ് അർത്ഥം. സോ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. യു ഹാവ് ക്യൂട്ട് ഐസ് എന്ന് വെച്ചാൽ നല്ല കണ്ണുകളുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നത് നിനക്ക് നല്ല കണ്ണുകളാണെന്ന്. അങ്ങനെ ഒരാൾ പറയുന്ന ഒരു സെൻറ്റൻസാണ് എഴുതിയേക്കുന്നത്. യു ഹാവ് ക്യൂട്ട് ഐസ്, നിനക്ക് നല്ല കണ്ണുകളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യു വന്നുകൊണ്ടാണ് അവിടെ ഹാവ് വന്നത്. കണ്ണുകളാണ് ഉള്ളത് എന്ന് കൊടുക്കാൻ, ആ ഉള്ളതെന്നുള്ള ആശയം കൊടുക്കാനാണ് ഹാവ് വന്നത്. അത്രയേ ഉള്ളൂ. അതിൻ്റെ ആശയവും ഹാവിൻ്റെ അർത്ഥം പിടികിട്ടെന്ന് വിചാരിക്കുന്നു. ക്യൂട്ടെന്ന് വെച്ചാൽ മനോഹരമായ, ഐസ് എന്ന് വെച്ചാൽ കണ്ണ്. യു ഹാവ് ക്യൂട്ട് ഐസ് എന്ന് വെച്ചാൽ നിനക്ക് മനോഹരമായ കണ്ണുകളുണ്ട് എന്നാണ് ആ സെൻറ്റൻസ് ആശയം വെക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. അടുത്തൊരു വ്യത്യസ്തമായൊരു സെൻറ്റൻസാണ് ഐ ഹാവ് നത്തിങ് ടു സേ എന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് ഓഫീസിലുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കും. നമ്മളോട് ചോദിക്കത്തില്ലേ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, നിനക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ എന്ന് ചോദിക്കത്തില്ലേ. അപ്പോൾ നമ്മൾ പറയത്തില്ലേ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല എന്ന്. സെയിം സെൻറ്റൻസാണ് ഐ ഹാവ് നത്തിങ് ടു സേ. അതിൻ്റെ അർത്ഥം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല എന്നാണ് അർത്ഥം. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നത്തിങ് എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല എന്നൊരു ആശയം കൊടുക്കാനായിട്ടാണ് നമ്മൾ നത്തിങ് കൊടുത്തിരിക്കുന്നത്. സേ എന്ന് വെച്ചാൽ പറയാനെന്നുള്ള അർത്ഥമാണ്.
അപ്പോൾ ഐ ഹാവ് നത്തിങ് ടു സേ, എനിക്കൊന്നും പറയാനില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഐ വന്നുകൊണ്ടാണ് ഹാവ് വന്നിരിക്കുന്നത്. ഇവിടെ ഹാവിന് ഉണ്ട് ഉള്ളതെന്നുള്ളൊരു മീനിങ് ഇല്ല. ആ സെൻറ്റൻസിന് ഒരു ഷുവർട്ടി കൊടുക്കാൻ, ഐ ഹാവ് നത്തിങ് ടു സേ, എനിക്കൊന്നും പറയാനില്ല എന്നൊരു ഷുവർട്ടി കൊടുക്കാനായിട്ടാണ് അവിടെ ഹാവിൻ്റെ ഒരു ഫംഗ്ഷൻ വന്നിരിക്കുന്നത്, അതിൻ്റെ ആശയത്തിൻ്റെ ഒരു ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഐ വന്നുകൊണ്ട് കൂടിയാണ് ഹാവ് വന്നിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതൊക്കെ ഓർത്ത് വെച്ചിരിക്കും. ഇങ്ങനത്തെ സെൻറ്റൻസ് കൂടെ പോകുമ്പോഴേ ഹാവിൻ്റെ ആ പല ആശയങ്ങളും നമുക്ക് പിടികെടുത്തുള്ളൂ. എപ്പോഴും വേർഡ് ബൈ വേർഡ് ആശയത്തിലോട്ട് പോകാതെ ചിലടത്ത് നമ്മൾ സെൻറ്റൻസ് ഫുള്ള് വായിച്ച് കഴിയുമ്പോഴായിരിക്കും ഇത് ഇന്നതാ ഉദ്ദേശിക്കുന്നത്, ഹാസിൻ്റെ ഫംഗ്ഷൻ ഇവിടെ ഇന്നതാ ഉദ്ദേശിക്കുന്നത് പിടികിട്ടും. അതേപോലത്തെ 2-3 സെൻറ്റൻസുകളുണ്ട്, നമുക്ക് നോക്കാം. അടുത്തൊരു സെൻറ്റൻസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ചെറിയൊരു ഒന്നെടുത്തതാണ്. ഐ ഹവ് സീൻ ഹെർ ബിഫോർ എന്ന് വെച്ചാൽ അവളെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് എന്ന് ഒരാൾ പറയുക. ഇപ്പോൾ നമ്മുടെ പാർട്ടിക്കോ നമ്മുടെ കോളേജിലേക്കോ ആരെങ്കിലും, അതുപോലെ ഓഫീസിലോ ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ ആ കുട്ടിയെ നോക്കിയിട്ട് പറയത്തില്ല, ആ കുട്ടിയെ ഞാൻ നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തിനോട് പറയത്തില്ലേ, ആ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഐ ഹാവ് സീൻ ഹെർ ബിഫോർ. സീൻ ഹെർ എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ടെന്നാണ്. സീൻ ഹെർ ബിഫോർ, അവളെ കണ്ടിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ബിഫോർ എന്ന് വെച്ചാൽ മുമ്പ് എന്നാണ്. അപ്പോൾ ഐ ഹാവ് സീൻ ഹെർ ബിഫോർ എന്ന് വെച്ചാൽ അവളെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിനെ നമ്മൾ സാധാരണ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ്. നമ്മൾ പലരെ കാണുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസാണ്. വളരെ സിമ്പിൾ സെൻറ്റൻസാണ്. പക്ഷേ ഇതിനെ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു, നമ്മൾ മുമ്പത്തെ ഹാസിൻ്റെ എപ്പിസോഡിലൊക്കെ എടുത്ത ഇങ്ങനത്തെ സെൻറ്റൻസിനെ നമ്മൾ ഈ സെൻറ്റൻസിനെ നമ്മൾ പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഗ്രാമർ പഠിക്കുന്നവർക്ക് വേണ്ടി ഉപകാരപ്പെട്ടതാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ വരുന്നവർ ജസ്റ്റ് കേട്ട് പോവുക, പേടിക്കരുത്. ഞാൻ വെറുതെ പറയുന്നേ ഉള്ളൂ, നിങ്ങൾ ആ പേരുകളൊക്കെ കേട്ടെന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനായെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനും ഹാസും ഹാവ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐ ഹാവ് സീൻ ഹെർ ബിഫോർ. അപ്പോൾ ഞാൻ അവളെ കണ്ടിട്ട് എൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, അവളെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മുമ്പ് അത് നടന്നിട്ടുണ്ട്, ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പാസ്റ്റിൽ നടന്നിട്ടുണ്ട്, അതായത് മുമ്പ് പാസ്റ്റ് ടെൻസിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവളെ കണ്ടിട്ട് എൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്. അപ്പോൾ ആ പാസ്റ്റിൽ കണ്ട കാര്യം പ്രസൻറ്റ് ടെൻസിൽ ഇപ്പോഴും അതിനൊരു ഫംഗ്ഷനുണ്ട്, അതിനൊരു പ്രയോജനമുണ്ട്, അത് വർക്കൗട്ടിങ് ആണ്. അത് അങ്ങനത്തെ സെൻറ്റൻസിനെയാണ് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് പാസ്റ്റിൽ നടന്നിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ പ്രയോജനം അത് ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സെൻറ്റൻസിനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് കേട്ടിരിക്കുക, ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതേപോലെ ഹാവിൻ്റെ കൂടെ സീൻ എന്ന് നമ്മൾ ചേർത്തേക്കുന്നില്ലേ, ആ സീൻ എന്ന് പറഞ്ഞത് വെർബിൻ്റെ V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അത്രയും ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഹാസിൻ്റെ സെൻറ്റൻസിലായാലും ഹാവിൻ്റെ സെൻറ്റൻസിലായാലും അതിൻ്റെ കൂടെ ചേർക്കുന്നത് എപ്പോഴും വെർബിൻ്റെ ക്രിയയുടെ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ V3 ഫോം ആയിരിക്കും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആരും കേട്ട് പേടിക്കേണ്ട, അതിനെപ്പറ്റി നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. സെൻറ്റൻസുകളുടെ വെർബുകളുടെ ജസ്റ്റ് കേൾക്കാൻ വേണ്ടി, വാക്കുകളും ഗ്രാമറ്റിക്കൽ വേർഡുകളായിട്ട് പരിചയപ്പെടാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. സോ അങ്ങനെയാണ് സംഭവം. വളരെ സിമ്പിളാണ്. സെൻറ്റൻസ് നിങ്ങൾ നോക്കി, ആ സെൻറ്റൻസ് നമ്മൾ ഗ്രാമറൊന്നും പറയാതെ നമ്മൾ ചിന്തിച്ച് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വേണം നമ്മൾ കോൺവെർസേഷൻ പഠിക്കാൻ. അപ്പോൾ ആ സെൻറ്റൻസ് പറയുന്നത് ഐ ഹാവ് സീൻ ഹെർ ബിഫോർ, ഞാൻ അവളെ നേരത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അതങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വരുന്നവർ അങ്ങനെ ആശയം വെച്ച് പോവുക. അതേപോലെ തന്നെ ജസ്റ്റ് കേട്ടിരിക്കുക ഗ്രാമാറ്റിക്കൽ വേർഡുകൾ. അപ്പോൾ ഐ ഹാവ് സീൻ ഹെർ ബിഫോർ, ഞാൻ അവളെ കണ്ടിട്ടുണ്ട് എന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. നമുക്കിനി അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഒരു ഇതേപോലത്തെ ഒരു കോൺവെർസേഷനാണ്. ഡു ഇറ്റ് വെൻ യു ഹാവ് എ ടൈം. ഡു ഇറ്റ് വെൻ യു ഹാവ് എ ടൈം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ ആരുടെയും കയ്യിൽ ഏൽപ്പിക്കാൻ കൊടുക്കുക. അപ്പോൾ അയാൾ പറയുക എനിക്ക് ഇപ്പോൾ സമയമില്ല ഈ വർക്ക് ചെയ്യാൻ, ഞാൻ കുറച്ച് ബിസിയാണെന്ന് അയാൾ പറയുക. അപ്പോൾ നമ്മൾ പറയുക കുഴപ്പമില്ല, നിനക്ക് സമയമുള്ളപ്പോൾ നീ ആ വർക്ക് ചെയ്താൽ മതി നമ്മൾ പറയത്തില്ലേ. ആ അതേ സെൻറ്റൻസാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഡു ഇറ്റ് വെൻ യു ഹാവ് ടൈം, സമയമുള്ളപ്പോൾ നീ അത് ചെയ്താൽ മതി എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. ഡു ഇറ്റ് വെൻ യു ഹാവ് ടൈം. അപ്പോൾ ഇവിടെ യു വന്നുകൊണ്ടാണ് ഇവിടെ ഹാവ് വന്നത്. ഒരു സമയം ഉള്ളപ്പോൾ ആ ഉള്ളപ്പോൾ എന്ന് പറഞ്ഞ ആശയം കൊടുക്കാനും കൂടിയാണ് ഹാവും കൂടെ വന്നത്. 2 ആശയമാണ് കൊടുത്തിരിക്കുന്നത്. ഡു ഇറ്റ് വെൻ യു ഹാവ് ടൈം, നിനക്ക് സമയം ഉള്ളപ്പോൾ ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഡു ഇറ്റിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കും. ഡു ഇറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ് ചെയ്താൽ മതി. വെൻ യു ഹാവ് ടൈം എന്ന് വെച്ചാൽ നിനക്ക് സമയമുള്ളപ്പോൾ, വെൻ യു ഹാവ് ടൈം, നിനക്ക് സമയമുള്ളപ്പോൾ ചെയ്താൽ മതി എന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഈ സെൻറ്റൻസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ ഐ ഹാവ് നത്തിങ് ടു സേ, ഐ ഹാവ് സീൻ ഹെർ ബിഫോർ, ഡു ഇറ്റ് വെൻ യു ഹാവ് ടൈം, ഇങ്ങനത്തെ സെൻറ്റൻസുകൾ ഓർത്ത് വെച്ചിരിക്കുക. നമ്മളെപ്പോഴും ആവശ്യമുള്ളതാണ്. നല്ലതായിട്ട് റിവൈസ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ നാവിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ട സെൻറ്റൻസുകളാണ് ഇവയൊക്കെ. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഡു വെച്ചൊരു ചെറിയൊരു ക്വസ്റ്റ്യനാണ്.
നമുക്ക് നോക്കാം. ഡു യു ഹാവ് എനി ബ്രദേഴ്സ്? നമ്മൾ സ്ഥിരം ചോദിക്കുന്നത് നിനക്ക് സഹോദരന്മാരുണ്ടോ? ഡു യു ഹാവ് എനി ബ്രദേഴ്സ്? ഡു യു ഹാവ് എനി ബ്രദേഴ്സ്? നിനക്ക് സഹോദരന്മാരുണ്ടോ എന്നുള്ളൊരു സെൻറ്റൻസാണിത്. അപ്പോൾ യു ഹാവ്, അപ്പോൾ ഇവിടെ ഹാവിൻ്റെ ഫംഗ്ഷൻ ഡു യു ഹാവ്, ഉണ്ടോ എന്നൊരു ആശയം കൊടുക്കാൻ യു വന്നതുകൊണ്ടുകൂടെയാണ് നമ്മൾ ഹാവ് ഉയർത്തിയേക്കുന്നത്. ഇപ്പോൾ ഡു വെച്ചൊരു ക്വസ്റ്റ്യനാണിത്. ഡു യു ഹാവ് എനി ബ്രദേഴ്സ്? നിങ്ങൾക്ക് സഹോദരന്മാർ വല്ലതും ഉണ്ടോ? നമ്മൾ സാധാരണ സുഹൃത്തുക്കളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പം ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ സെൻറ്റൻസുകൾ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറുകാർ പറയുന്നത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നാണ്. ജസ്റ്റ് കേട്ടിരിക്കുക, ആ പേര് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രോഗേറ്റീവ് എന്ന് പറയാൻ കാരണം. ഉണ്ടോ, ഇത് കാര്യം അറിയാമോ, ഇങ്ങനത്തെ മറ്റ് ഇൻഫർമേഷൻ മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ താല്പര്യപ്പെടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളെയാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് കേട്ടിരിക്കുക. ഇനി നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിൽ വരുമല്ലോ. ഇൻ കേസ് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഗ്രാമർ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടുകയും ചെയ്യും. ആ വേർഡ് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് എഴുതാനും പറ്റും. സോ അങ്ങനെ ഒരു പ്രയോജനമുണ്ട് നമ്മളിങ്ങനെ റിവൈസ് ചെയ്ത് പോകുന്നത് കൊണ്ട്. സോ അത്രയേ ഉള്ളൂ. അപ്പം സംഭവം സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് ഡു യു ഹാവ് എനി ബ്രദേഴ്സ്? നിങ്ങൾക്ക് സിസ്റ്റർമാരുണ്ടോ, സഹോദരന്മാരുണ്ടോ, ഫ്രണ്ട്സ് ഉണ്ടോ, കാറുണ്ടോ, വീടുണ്ടോ, എന്ത് ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യനാണ്. ഡു യു ഹാവ് എനി ബ്രദേഴ്സ്? നിനക്ക് സഹോദരന്മാരുണ്ടോ എന്ന് ഡു വെച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മോസ്റ്റ്ലി അതായത് കൂടുതലായിട്ട് ഇൻട്രോഗേറ്റീവ് ടൈപ്പ് നമ്മൾ കൂടുതൽ ചോദിക്കുന്നത് ഡൂവും വെച്ചും ഡസും വെച്ചാണ് ചേർത്താണ് നമ്മൾ ചോദിക്കുന്നത്. ജസ്റ്റ് കേട്ടിരിക്കുക. അതുകൊണ്ട് ഡു വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് എപ്പിസോഡിലൊക്കെ. എപ്പിസോഡ് 14 തോന്നുന്നു കവർ ചെയ്താൽ കിട്ടും. ഡു വെച്ചുള്ള നമ്മൾ എപ്പിസോഡ് എടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും കാണുക. ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. സോ അടുത്തൊരു സെൻറ്റൻസ് കൂടെ പറഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അടുത്തൊരു വ്യത്യസ്തമായ സെൻറ്റൻസാണ് ഐ കാൺ ഹാവ് നോൺ വെജ് ടുഡേ. ഐ കാൺ ഹാവ് നോൺ വെജ് ടുഡേ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ഹാവിൻ്റെ ഒരു മീനിങ്ങുകളും ഇതിനകത്ത് ഹാവിനില്ല. ഞാൻ പറഞ്ഞില്ല, ചില സമയത്ത് ഹാവിനൊക്കെ വേറെ ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണിത്. ഐ കാൺ ഹാവ് നോൺ വെജ് ടുഡേ എന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് നോൺ വെജ് എന്ന് പറയുമല്ലോ, വെജിറ്റേറിയൻ അല്ലാത്ത ഫുഡ്, ചിക്കൻ, മീൻ എന്നിവയൊക്കെ അടങ്ങിയ ഫുഡ് അതെനിക്ക് കഴിക്കാൻ ഇന്ന് എനിക്ക് പറ്റത്തില്ല എന്നാണ് ആ സെൻറ്റൻസിനകത്ത്. നമ്മളും പറയത്തില്ല എനിക്കിന്ന് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല, എനിക്കിന്ന് ചിക്കൻ കഴിക്കാൻ പറ്റത്തില്ല, ഇന്ന് എനിക്ക് മീൻ കഴിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ഫാസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ഫാസ്റ്റിംഗ് ഉള്ള സമയത്ത് നമ്മൾ പറയത്തില്ലേ എനിക്കിന്ന് ചിക്കൻ കഴിക്കാൻ പറ്റത്തില്ല, ഇനി ഞാൻ പച്ചക്കറിയേ കഴിക്കത്തുള്ളൂ. അങ്ങനത്തെ ചില ദിവസങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ ദിവസമുള്ള ഒരാൾ പറയുന്നതാണിത് ഐ കാൺ ഹാവ് നോൺ വെജ് ടുഡേ. എനിക്കിന്ന് ഇത് നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ല എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഐ കാൺ ഹാവിനകത്ത് തന്നെ കഴിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ ആശയമുണ്ട്. അപ്പോൾ ഇവിടെ ഹാവിൻ്റെ അർത്ഥം ആ അർത്ഥം നമ്മൾ മീൻ ചെയ്തെടുക്കേണ്ടത് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, കഴിക്കാൻ എന്നൊരാശയം നമ്മൾ മീൻ ചെയ്തെടുത്തോണം, നമ്മൾ ഊഹിച്ചെടുത്തോണം. എങ്ങനെയാണ് ഊഹിച്ചെടുക്കുന്നത്? ആ ഫുൾ സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ ഊഹിച്ചെടുത്തോണം അവിടെ ഹാവിൻ്റെ ഫംഗ്ഷൻ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നാണ് നമ്മൾ ഊഹിച്ചെടുത്തോണം. സോ അതാണ് അവിടുത്തെ ഹാവിൻ്റെ ഫംഗ്ഷൻ. ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സെൻറ്റൻസുകളുണ്ട്. പക്ഷേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ആഴത്തിൽ ഇറങ്ങി ചെല്ലും, നോ പ്രോബ്ലം. അപ്പോൾ ഐ കാൺ ഹാവ് നോൺ വെജ് ടുഡേ എന്ന് വെച്ചാൽ എനിക്കിന്ന് നോൺ വെജ് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല എന്നാണ് അർത്ഥം. ഐ വന്നുകൊണ്ടാണ് ഹാവ് വന്നത്. അതിലുപരി ഹാവ് എന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റത്തില്ല എന്നൊരു ആശയം അവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാനെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. ഐ കാണ്ട് പറ്റത്തില്ല എന്നുണ്ട്. ഫുഡ് കഴിക്കാനൊന്നും അവിടെ ഒരു വേർഡില്ല ഇംഗ്ലീഷിൽ. അപ്പോൾ ആ ആശയം കൂടെ കൊടുക്കുവാനും കൂടിയിട്ടാണ് ഹാവ് എന്ന് വന്നിരിക്കുന്നത്. ഹാവിൻ്റെ ഒരു ആശയം അവിടെ വന്നിരിക്കുന്നത്. നമ്മളത് ഊഹിച്ചെടുക്കുക. അതേപോലെ ഹോട്ടൽ സംഭാഷണത്തിന് റെസ്റ്റോറൻറ്റ് സംഭാഷണമൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് ഹാവ് വെച്ചുള്ള എക്സ്പ്രഷൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് എടുക്കുന്നതായിരിക്കും. നമ്മൾ ഹോട്ടലിൽ പോയി അങ്ങനെ ഓർഡർ ചെയ്യുക, ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഹാവ് വെച്ചുള്ള സെൻറ്റൻസുകൾ. സോ അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് സെൻറ്റൻസുകളായിരുന്നു. ഇതും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഐ കാൺ ഹാവ് നോൺ വെജ് ടുഡേ. അതേപോലെ പല രീതിയിൽ നമ്മൾ ആ ഒരു ആശയം ഓർത്ത് വെച്ചിരിക്കുക. അതേപോലത്തെ പല രീതിയിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ സംസാരിക്കാറുണ്ട് ഡെയിലി. ഈവൻ നേറ്റീവ് സ്പീക്കേഴ്സ് വരെ ഹാവ് വെച്ച്. സോ ഓർത്തിരിക്കുക. നമുക്ക് ഡെയിലി കോൺവെർസേഷൻ ഉപകാരപ്പെടും. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഹാവിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾ സെൻറ്റൻസുകളുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എടുക്കാതെ പോകാൻ പറ്റത്തില്ല, അത് ഇപ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റൂ. പിന്നെ നമുക്ക് കോൺവെർസേഷനിലും എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നില്ല, നല്ല രീതിയിൽ അത് മനസ്സിലായി പോകുന്നില്ലേ. അപ്പോൾ അതേപോലെ പോകാൻ വേണ്ടിയിട്ടാണ്. കോൺവെർസേഷനിൽ ഇതിലും മനസ്സിലാവും, ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ ഇപ്പം നമുക്ക് ചിലപ്പോൾ കോൺവെർസേഷൻ മിസ്സായി പോകുന്ന ചില സെൻറ്റൻസുകളൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ സമയത്ത് കിട്ടും. അതുകൊണ്ടാണ് അത് ഞാൻ കവർ ചെയ്ത് പോകുന്നത്. കുറേ സമയം എടുക്കും ചിലപ്പോൾ ഹാവിൻ്റെ എപ്പിസോഡ് തീരാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം.